ഇന്നലെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയത്. യഥാർത്ഥത്തിൽ ഒരു മിനി ബഡ്ജറ്റ് പ്രഖ്യാപനം തന്നെയായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെയും ഇക്കുറി മുഖ്യമന്ത്രി വളരെ അപ്രതീക്ഷിതമായി PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു എന്ന് നമ്മൾ കരുതിയ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി കളം പിടിച്ചിരിക്കുകയാണ് സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 ആക്കിയും ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുമാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ വന്നതോടെ KPCC ഓഫീസിലും BJPയുടെ ഓഫീസിലും ഒക്കെ തിരക്കിട്ട ചർച്ചകളാണ്. ഇതിനെ മറികടക്കുന്ന ഇരുക്കും മേലെ വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ കൊണ്ടുവരേണ്ടി വരുമല്ലോ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നാണ് പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആരോപണം. 1000 രൂപ കൊണ്ടായില്ലെന്നും സമരം തുടരുമെന്നും ആശമാരും പ്രതികരിച്ചു. TV പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത്. നമ്മൾ PMCയെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞവിടെ പോയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും അമ്പരെന്ന് തമ്മിൽ നോക്കുന്നതാണ് കണ്ടത്. ഇത് നടക്കുന്നത് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമാണോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ തോന്നിപ്പോയി. ആ അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി ഇന്നലെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്. ഈ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിലൊക്കെ വർധനയുണ്ടായതിൽ ആളുകളൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. വീട്ടമ്മമാർ പറയുന്നത് മക്കളോട് ഇനി കൈനീട്ടണ്ടല്ലോ, ഈ 1000 രൂപ കിട്ടുമല്ലോ എന്നുള്ളതാണ്. ഒരു പദ്ധതിയിലും ഇല്ലാത്ത മനുഷ്യരുടെ കാര്യമാണ്. പക്ഷേ ആശാവർക്കർമാരടക്കമുള്ളവർക്ക് ഇപ്പോഴും നിരാശയാണ്. TV പ്രസാദ്, എങ്ങനെയാണ് ഈ പ്രഖ്യാപനങ്ങളെ കാണുന്നത് പൊതുസമൂഹവും ഒപ്പം ഈ വിവിധ വിഭാഗങ്ങളിലുള്ള മനുഷ്യരും? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ഇതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ പോലും ഇത്രയേറെ പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റാറില്ല സാധാരണ. പക്ഷേ നവംബർ 1-ാം തീയതി നിയമസഭാ സമ്മേളനത്തിൽ പൊട്ടിക്കാൻ വെച്ചതാണ് മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് പൊട്ടിച്ചത് എന്നതാണ്. അത് പൊട്ടിക്കാനുള്ള കാരണവുമുണ്ട്. കാരണം PMCയുമായി ബന്ധപ്പെട്ട് CPIക്ക് വഴങ്ങേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ CPIയുടെ വാർത്താ പ്രാധാന്യം നേടരുത് എന്നൊരു വാശി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ആദ്യത്തെ വാർത്തയായി PMC എടുക്കുന്നതിന് പകരം ക്ഷേമ പെൻഷൻ കൂട്ടിയതുമായ പ്രഖ്യാപനം എടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ടാക്ടിക്സ് തന്നെയാണ്. കാരണം സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് CPIയോട് പറഞ്ഞു നോക്കി, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് എന്ന് പറഞ്ഞു നോക്കി. അത് ഒപ്പിടാതിരിക്കാൻ മറ്റൊരു വഴിയില്ല, ഇനി ഇത് ഒപ്പിട്ട് പോയി, അത് നമുക്കങ്ങ് അംഗീകരിച്ചുകൂടെ എന്ന് ചോദിച്ച സമയത്ത് പറ്റില്ല എന്ന് ഉറച്ച് CPI അങ്ങ് പറയുകയായിരുന്നു. അതിൻ്റെ അമർഷം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. പക്ഷേ ആ അമർഷം തീർക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്ന് മലയാളികൾ കരുതിയില്ല അരുൺ. എന്തായാലും 2016 തുടങ്ങിയ പിണറായി സർക്കാർ 2ാമത്തെ ടേം പൂർത്തിയാക്കുന്ന ഈ സമയത്തുണ്ടായ ഈ പ്രഖ്യാപനം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതും വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് ആളുകൾ നോക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായ പ്രഖ്യാപനം അത് വലിയ അളവിൽ വലിയ ഒരു ജനവിഭാഗങ്ങൾക്ക് ആശ്വാസമാകുന്നതാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ പെൻഷൻ്റെ ഒക്കെ കാര്യത്തിൽ 1600 നിന്ന് ഒറ്റയടിക്ക് 2000 എന്നുള്ളത് നേരത്തെ ആയിരുന്നു നമുക്കറിയാം. നവംബർ 1-ന്റെ നിയമസഭാ സമ്മേളനം വിളിച്ചത് 1600 നിന്ന് 1800 ആക്കാനാണ് എന്ന് പറഞ്ഞ് മറ്റ് മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുത്തപ്പോൾ നമ്മളത് കൊടുത്തില്ല. കാരണം ഒരുപക്ഷെ നമുക്കൊരു തോന്നലുണ്ടായിരുന്നു ഇത് വെറും 200 രൂപയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു നിയമസഭാ സമ്മേളനം വിളിക്കുമോ, ഇത്ര വലിയ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നവംബർ 1-ാം തീയതി എന്താണ് സസ്പെൻസ് ഉണ്ടാവുക എന്നുകൂടി ആളുകൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഈ പ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. പ്രതിപക്ഷത്തെ ആശങ്കയിലാക്കുന്നതിനൊപ്പം വലിയ ഞെട്ടലുണ്ടായത് അത് CPI നേതാക്കൾക്കാണ്. കാരണം PMC അവിടെ അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് TV പ്രസാദ്. ഒരിക്കൽ കൂടി ഒരു ഫീൽ ഗുഡ് സമ്മാനിച്ചതാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്ന് പറയാതെ വയ്യ.